നമുക്ക് ഇന്നൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ഒരു 9 മുട്ട ഞാൻ പുഴുങ്ങി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഒരു ചട്ടി അടുപ്പ് വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണ ചൂടായി കടുക് ഒന്നിട്ട് കൊടുക്കാം. സവോള നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴന്ന് വരട്ടെ. ഈ സമയത്തെ നമ്മുടെ മുട്ടയ്ക്കൊക്കെ ഒന്ന് വരയിട്ട് കൊടുക്കണം. ഇതിനകത്തോട്ടെ ഇത്തിരി മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. സവോള അവിടെ ഇരുന്ന് വഴരട്ടെ. ആ സമയത്ത് നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിൽ ഒരു പിഞ്ച് മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളുപ്പും കൂടെ, മുട്ടയ്ക്കുള്ള ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ മുട്ടയൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും പോരാ, കുറച്ചും കൂടെ ആവാനുണ്ട്. അതിലേക്ക് നമുക്ക് ഇതാ ചെറിയ സ്പൂണിന് 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക്, ഇതൊക്കെ നിങ്ങളുടെ എരിവിന് പാകത്തിന് ചേർത്തോണം കേട്ടോ. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലപോലെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മുടെ തക്കാളി കണ്ടോ, ഒരു തക്കാളിയാണ് കേട്ടോ, മുഴുത്ത ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ്. ഇനി ഇതും നന്നായിട്ട് വഴന്ന് നല്ലപോലെ ഒന്ന് ആയി വരട്ടെ. നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴന്ന് നല്ല ബ്രൗൺ കളറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. ഇച്ചിരി ഇങ്ങോട്ട് നടുക്കോട്ട് മാറ്റിയിട്ട് പാകത്തിന് മുളക് പൊടി ചേർക്കണം. ഞാനിപ്പോൾ ഒരു നമ്മുടെ ചെറിയ സ്പൂണിന് 2 സ്പൂൺ ഇട്ടു. ഇത് നമ്മുടെ ചിക്കൻ മസാലയാണ്, അതും കുറച്ചിട്ടു. മഞ്ഞൾപ്പൊടി ഇത് 1/4 സ്പൂൺ ഇട്ടു. ഗരം മസാല അത് നമ്മൾ 1 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഈ പൊടികളൊക്കെ എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് നോക്കിയിട്ടിടുക. എന്നിട്ട് ഇതൊന്ന് ഇവിടെ ഈ നടുക്ക് കിടന്നൊന്ന് ചൂടായിക്കോട്ടെ. എല്ലാം കൂടി ഒന്ന് ഇളക്കാം. നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടുവെള്ളമാണ്. നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ചൂടുവെള്ളമാണ് കേട്ടോ. ഇത് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. ഇനി ഈ വെള്ളം ഒന്ന് വറ്റട്ടെ. നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ നല്ല പോലെ കണ്ടോ വറ്റിയായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. ഇതാ നമ്മളിനി ചേർക്കുന്നത് എന്നാണെന്നറിയോ, നമ്മുടെ കാഷ്യൂ പേസ്റ്റാണ്. നിങ്ങൾക്ക് കാഷ്യൂ ഇല്ല എങ്കിൽ ഇത്രയും 2 സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി കേട്ടോ. അതൊരു ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാനിപ്പോൾ കാഷ്യൂ ആണ് ചേർക്കുന്നത്, കാഷ്യൂ പേസ്റ്റാണ്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇതിലൊന്ന് സെറ്റായിക്കോട്ടെ.
നമ്മൾ ഇങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കാം. അല്ലെങ്കിലേ ഇങ്ങനെ ആക്കിയില്ലേ നമ്മുടെ മുട്ടയൊക്കെ ഇങ്ങനെ വെളുത്തിരിക്കും. ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന്, അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് മസാല പിടിക്കുകയും ചെയ്യാം. എന്നിട്ട് ഈ ഗ്രേവിയൊക്കെ ഒന്ന് ഇതിലേക്കൊന്ന് ആക്കി 2 മിനിറ്റ് നമുക്കത് മൂടി വയ്ക്കണം കേട്ടോ. തീയൊക്കെ കുറച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ഈ മസാലയിലൊന്ന് മുട്ട പുരട്ടി നമുക്കൊന്ന് മൂടി വയ്ക്കാം. 2 മിനിറ്റ് തീ കുറച്ച്. ഇനി നമുക്ക് 2 മല്ലിച്ചപ്പ്, ഒരു നുള്ളു മല്ലിച്ചപ്പ് ഒന്ന് വെതറി കൊടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്യുക. ഒന്നും കൂടെ മൂടി വെച്ചേക്കുക. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത് അല്ലേ? ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നോക്കിയേ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ടേസ്റ്റ് ചെയ്യാനൊന്നുമില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ പുട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ഭക്ഷണമാണ്. പുട്ടും ഉണ്ട്, മുട്ട റോസ്റ്റും പഴവും. അപ്പോൾ നമുക്ക് കഴിക്കാം അല്ലേ? അപ്പം ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടോ? ഒന്ന് ഫോളോ ചെയ്യുക. പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.